അയാൾ പതുക്കെ ഊതിയപ്പോൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നിമിഷം നേരം കൊണ്ട് ഐസായി മാറി. ആ ഐസ് പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലെടുത്ത് അയാൾ കുടിച്ചു. കാറ്റിനേക്കാൾ വേഗത്തിൽ ഓടാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ രഹസ്യം ആർക്കും അറിയില്ലായിരുന്നു. അന്ന് അയാൾ തന്റെ കാമുകിയെ കാണാൻ ഒരു ഹോട്ടലിൽ വന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഗുണ്ടകൾ അകത്തേക്ക് കയറി വന്നു. പെൺകുട്ടി മനഃപൂർവ്വം അവരോട് ചോദിച്ചു, നിങ്ങൾക്കെന്റെ കാമുകനെ തോൽപ്പിക്കാൻ കഴിയുമോ? ഒരു ഗുണ്ട അടുത്തേക്ക് വന്ന് അയാളോട് നടുവിരൽ കാണിച്ചു. ആ മനുഷ്യൻ ശാന്തമായി മറുപടി പറഞ്ഞു, എനിക്ക് വഴക്കിനൊന്നും താല്പര്യമില്ല. പക്ഷേ ഗുണ്ട അയാളോട് നെഞ്ചിൽ തള്ളി താഴെയിട്ടു. എല്ലാവരും ചിരിച്ച് അവിടെ നിന്ന് പോയി. തന്റെ കാമുകൻ ദുർബലനാണെന്ന് കരുതി അവളും അയാളെ വിട്ടുപോയി. ദേഷ്യത്തിൽ അയാൾ തറയിലുള്ള ടൈൽ പൊട്ടിച്ചു. പക്ഷേ നിശബ്ദനായി നിന്നു. അപ്പോൾ പുറത്ത് ഒരു ബഹളം കേട്ടു. ഒരു ട്രെയിനിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ അയാൾ ട്രാക്കിലേക്ക് ചാടി മിന്നൽ വേഗത്തിൽ ട്രെയിനിനെ പിന്തുടർന്നു. ട്രെയിൻ എത്തുന്നതിന് മുമ്പ് അടുത്ത സ്റ്റേഷനിലെത്തി 2 കൈകളും നീട്ടി ട്രെയിനിന് മുന്നിൽ നിന്നു. കൂട്ടിയിടിച്ചതിന് ശേഷവും അയാൾ പിടിച്ചു നിന്നു. പിന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് ഓട്ടി പ്ലാറ്റ്ഫോമിന് കുറുകെ ഒരു വാട്ടർ പൈപ്പ് കെട്ടിയിട്ട് ട്രെയിനിനെ സുരക്ഷിതമായി നിർത്തി. ആളുകൾ അമ്പരന്നു പോയിരുന്നു. പിന്നീട് ഓഫീസിലെത്തിയപ്പോൾ തന്റെ വീരോചിതമായ പ്രവൃത്തി ക്യാമറയിൽ പതിഞ്ഞതായി അയാൾ കണ്ടു. പക്ഷേ അയാളുടെ മുഖം ഇപ്പോഴും ഒരു രഹസ്യമായി തുടർന്നു.